ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മലയാളി സൈനികൻ നിരഞ്ജന്റെ മൃതദേഹം ബാംഗ്ലൂരിലെ വീട്ടിലെത്തിച്ചു. ഇന്ന് 3 മണിവരെ BL ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം അതിനുശേഷം ജന്മനാടായ പാലക്കാട് എത്തിക്കും. എളമ്പുലശ്ശേരി UP സ്കൂളിലും നിരഞ്ജന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. ഇതിന് വിശദാംശങ്ങൾ നൽകാൻ AK ലതീഷ് പാലക്കാട് നിന്നും ചേരുകയാണ്. ലതീഷ്, ഇപ്പോൾ മൃതദേഹം ബാംഗ്ലൂരുവിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 3 മണിവരെ അദ്ദേഹം പഠിച്ച BL സ്കൂൾ ഗ്രൗണ്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുമെന്നാണ് വിവരങ്ങൾ. അതിനുശേഷം എപ്പോഴായിരിക്കും മൃതദേഹം സ്വദേശമായ പാലക്കാട് എത്തിച്ചേരുക? ഏതൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ? സുരേഷ്, നിരഞ്ജന്റെ മൃതദേഹം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ബംഗളൂരുവിൽ എത്തിച്ചത്. അവിടെ നിന്നും ഇന്ന് രാവിലെ മൃതദേഹം വീട്ടിലെത്തിച്ചു. അവിടെ നിന്ന് ഇന്ന് 3 മണി വരെ നിരഞ്ജൻ പഠിച്ച BL തൊണ്ടബൊമ്മയിലുള്ള BL ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലായിരിക്കും പൊതുദർശനം. ഇവിടെയായിരിക്കും നിരഞ്ജന്റെ സുഹൃത്തുക്കളും അതേപോലെ തന്നെ സഹപ്രവർത്തകരും കർണാടക സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ അടക്കമുള്ളവർ അന്ത്യോപചാരം അർപ്പിക്കുക. 3 മണിക്ക് അവിടെ നിന്ന് റോഡ് മാർഗം മണ്ണാർക്കാട്ടേക്ക് മൃതദേഹം എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ രാത്രി വളരെ വൈകിയാവും മൃതദേഹം മണ്ണാർക്കാട്ടെ എളമ്പുലശ്ശേരിയിലെ വീട്ടിലെത്തുക. എന്തായാലും ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. നാളെ രാവിലെ എളമ്പുലശ്ശേരി KUP സ്കൂളിൽ പൊതുദർശനവും അതിനുശേഷം ഉച്ചയ്ക്ക് മുമ്പായി തന്നെ സംസ്കാര ചടങ്ങുകളും നടക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത്തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് ബന്ധുക്കൾ ഇപ്പോൾ വീട്ടിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുരേഷ്, വ്യക്തമാണ്. AK ലതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ധീരജവാൻ നിരഞ്ജനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് 12 മണി മുതൽ 1 മണി വരെ People TV യിൽ പ്രത്യേക വാർത്താധിഷ്ഠിത പരിപാടി ഉണ്ടായിരിക്കും.